ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ കെയറും അതിനെ നമ്മൾ ഈ പോട്ടിൽ നിന്ന് മാറ്റി വേറൊരു പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓർക്കിഡിൻ്റെ പേരാണ് ഡെൻഡ്രോബിയം. ഇത് നമ്മൾ വളർത്തുന്ന രീതി വളരെ വ്യത്യസ്തമാണ് മറ്റു ഓർക്കിഡുകളിൽ നിന്നും. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായ ഒരു ഓർക്കിഡിൻ്റെ തൈയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു പോട്ടിലായിരുന്നു. നമ്മളത് ഇപ്പം കാണുന്ന ഒരു പോട്ടിലേക്ക് നമ്മൾ റീപോർട്ട് ചെയ്തതായിരുന്നു. ഇതിപ്പോൾ മേടിച്ചിട്ട് കുറച്ച് മാസങ്ങളായി 2-3 തൈകളൊക്കെ പുതുതായിട്ട് കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഓരോ ഓർക്കിഡിനും ഓരോ ടൈപ്പ് കെയറാണ്. അപ്പം നമ്മൾ ഈ ഒരു ഓർക്കിഡ് മേടിച്ചതിന് ശേഷം ഒരു 3-4 പ്രാവശ്യങ്ങളിൽ നമുക്ക് പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും പൂക്കൾ ഉണ്ടാവുന്ന ആ ഒരു തൈ പുതുതായിട്ട് വരുന്നതാണ്. അത് നമുക്ക് എങ്ങനെയാണ് അടർത്തി പുതിയൊരു പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ അതിൻ്റെ പോട്ടി മിക്സൊക്കെ വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ 1-2 തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തൈകളൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള പോട്ടായിരുന്നു നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്നത്. പിന്നീട് നമ്മൾ അതിൻ്റെ പുറമെ ഈ വലിയൊരു പോട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് ഈ തൈ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് നമ്മളിപ്പോൾ 3 തൈ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നോക്കിയാൽ തന്നെ അറിയാം നല്ലോണം വേരുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ലോണം വേരുകളൊക്കെ വന്നിട്ട് നമ്മൾ പുറമേ വെച്ച് കൊടുത്ത പോട്ടിൻ്റെ ഹോളിൽ കൂടിയൊക്കെ നന്നായിട്ട് വേരുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വലിയ തൈ ഈ പോട്ടിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ബാക്കിയുള്ള ഭാഗത്ത് കുറച്ച് ചകിരിച്ചണ്ടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കരിക്കട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ നോക്കിയാൽ അറിയാം ഇഷ്ടംപോലെ തൈകൾ ഉണ്ടായി വരുന്നുണ്ട്. നല്ലോണം വേരുകളും ഉണ്ട്. അത് നശിക്കാതെ വേണം നമ്മൾ ഈ ഒരു പോട്ട് സെറ്റാക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ നമ്മൾ കുറച്ച് കരിക്കട്ടയും കൂടി എടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇതിനെ അധികം ഇളക്കുകയൊന്നും ചെയ്യരുത്. നല്ല വെയിലുള്ള സ്ഥലത്ത് ഒരിക്കലും വെക്കാൻ പാടില്ല. അപ്പം നമ്മൾ നല്ല തണലുള്ളൊരു സ്ഥലത്ത് നോക്കിയിട്ട് ഇത് ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹാങ്ങിങ് ആക്കി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല എയറുള്ള സ്ഥലത്ത് വേണം സെറ്റ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഈ ഒരു ഹോളിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള എയറൊക്കെ എത്തിക്കഴിഞ്ഞാലേ ഉള്ളൂ നന്നായിട്ട് വളർന്ന് വന്ന് ചുറ്റും വേരുകളൊക്കെ വരികയുള്ളൂ. അപ്പം നമ്മൾ നല്ല തണലും നല്ല എയറുള്ള സ്ഥലത്ത് വേണം ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിത് വീടിൻ്റെ ഒരു തണലുള്ള ഏരിയയിൽ നോക്കിയിട്ടാണ് ഇപ്പോൾ ഹാങ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കുറച്ച് വേറെ ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. ഇവിടെ അധികം വെയിലൊന്നും അടിക്കാത്ത സ്ഥലമാണ്. എന്നാലും നല്ല എയറും കാറ്റും വെളിച്ചമൊക്കെ ഉള്ളൊരു സ്ഥലം കൂടി ആയതിനാലാണ് നമ്മളിങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഓർക്കിഡ് പൂവുണ്ടായ ഭാഗം നോക്കിയിട്ട് തണ്ട് ഇതുപോലെ കെട്ടിയിട്ട് കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഹാങ് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ വേര് മുളയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു 3-4 ആഴ്ചയൊക്കെ ആയി. 1-2 മാസം എടുക്കും വേര് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പം അങ്ങനെ തന്നെ ഉണ്ട്. ഏകദേശം ഇപ്പോൾ വേറൊന്നും വന്നിട്ടില്ല. നമ്മൾ ആ പോട്ടിൽ തന്നെ ഇതുള്ള മറ്റൊരു തൈയാണ്. അത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള മരക്കഷ്ണത്തിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് കരിക്കട്ടയും അതുപോലെ തന്നെ ചകിരിച്ചണ്ടിയും വെച്ചിട്ട് കെട്ടി കൊടുക്കണം. ഈ ചെടിക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുകയും കൂടി വേണം. അങ്ങനെയാകുമ്പോൾ ഇത് സെറ്റായി കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു ടൈപ്പിലുള്ള ഓർക്കിഡും കൂടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഓൺസൈഡിയ വിഭാഗത്തിൽപ്പെട്ട ഓർക്കിഡ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മളിത് മരത്തിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ വേരുകളൊന്നും പൊട്ടാത്ത രീതിയിൽ നന്നായിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് എന്നിട്ടൊരു സപ്പോർട്ടും ചെയ്ത് കൊടുക്കണം. നമ്മളൊരു ചകിരി കഷ്ണം ഇങ്ങനെ വളച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ കരിക്കട്ടയും വേരും അതിൻ്റെ അകത്ത് ഒതുങ്ങി നിന്നോളൂ. നമ്മളൊരു ചെറിയ ചരട് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഈ മരത്തിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് നമ്മൾ ഈ കമ്പൊന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ഇതുപോലെ ഓരോ ആണി കഷ്ണങ്ങൾ നന്നായിട്ട് തറച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ചകിരി കഷ്ണം വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള വലിയ മരങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാനുള്ള ഭാഗങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവില്ല. ഈ ഓർക്കിഡ് ചെടികൾ എപ്പോഴും നമ്മൾ തണലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലത്തൊന്നും ഒരിക്കലും വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സ്റ്റൈൽ സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ മരക്കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.